യെസ്, ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മാച്ച് വിജയിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം കണ്ടൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുകയും ചോദിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയേണ്ടായാലും എല്ലാവരും ആ ഒരു 10K എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ, അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കാണാൻ വന്ന ആരാധകരുടെ അറ്റൻഡൻസ് പുറത്തേക്ക് വന്നിരുന്നു. അതെല്ലാവർക്കും അറിയാം. 24,000 സംതിങ് ആണ്. കളിയിടയ്ക്ക് തന്നെ ഷൈജു താബോധൻ അത് പറഞ്ഞിട്ട് ഞാൻ മലയാളം കമൻറ്റ് കണ്ട്. സോ ഷൈജു താബോധൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സോ അതുപോലെ നമുക്ക് എക്സാമിലും മറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുമായിരുന്നു. സോ എന്തായാലും ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു അറ്റൻഡൻസ് ആണ് ശരിയായിട്ടുള്ളൊരു അറ്റൻഡൻസ് എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ കളി നമുക്കറിയാം. കാരണം ഇതിനേക്കാട്ടി ഫാൻസ് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. എന്നിട്ട് 17,000 അറ്റൻഡൻസ് ആണ് കാണിച്ചത്. ഇത് 50% എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരിക്കലും എന്താ പറയുക, അത് കൂട്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 17,000 അറ്റൻഡൻസ് എന്നവർ കാണിച്ചിരിക്കുന്നത്. സോ പക്ഷേ ഇതിൽ അതിനേക്കാട്ടി ആളുണ്ട്. അതിൽ ഇന്ന് വന്നതിനെക്കാട്ടി ആദ്യത്തെ മാച്ചിലുണ്ടായിരുന്നു. ബട്ട് ആ ഒരു പകുതി എന്ന രീതിയിൽ അവരത് ഇട്ടത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഇന്നത്തെ മാച്ച് ഉറപ്പായിട്ടും നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളുമായിട്ടായിരുന്നു. ഡയമൻഡക്കോസ് പോലുള്ള മികച്ച താരങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ആരാധകർ കാണാൻ വന്നിട്ടില്ല മത്സരം. അതൊരു പ്രതിഷേധമാണ് എന്ന് തന്നെ പറയാം. സോ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഇടയിൽ നമ്മൾ വിജയിച്ച് കയറി എന്ന് തന്നെ പറയാം. എന്തായാലും ഇനിയും വരാൻ പോകുന്ന മാച്ച് ഹോം സ്റ്റേഡിയത്തിൽ നമുക്ക് 25-ാം തീയതിയാണ് അടുത്ത മാസം. അത് എനിക്ക് തോന്നുന്നു ബംഗളൂരു FC-ക്കെതിരെയാണ്. ഇത് കഴിഞ്ഞുള്ള നമ്മുടെ 2 മാച്ചും 2 3 മാച്ച് നമുക്ക് എവേ മാച്ചാണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതൊരു മികച്ച വിജയമാണ്. പിന്നെ അറ്റൻഡൻസിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. എന്തായാലും നമ്മുടെ അറ്റൻഡൻസ് എപ്പോഴും കുറച്ച് കാണിക്കുകയാണെങ്കിൽ 32,000 35,000 ഒന്നുമല്ല നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അത് നേരത്തേക്കുള്ള പ്രത്യേകിച്ച് ആദ്യത്തെ മാച്ചിലേക്ക് അത് 50,000 60,000 അടുത്ത് തന്നെയാണ്. ബട്ട് ഇവരെല്ലാം കുറച്ച് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് തന്നെയാണ് ഉറപ്പായിട്ടും വലിയ അറ്റൻഡൻസ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കളിയുടെ കാര്യം നോക്കിയാലും, അത് ഇന്നത്തെ കളിയുടെ കാര്യം നോക്കിയാൽ ഇന്നത്തെ അറ്റൻഡൻസാണ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ഫാൻസിൻ്റെ കുറവോടെ കാണാൻ സാധിക്കും. ആദ്യത്തെ മാച്ച് ഇതിനെക്കാട്ടി ഫാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് കാണിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് കുറച്ച് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. സോ ഒരു വീഡിയോ ഇത് പറയാനാണ് ഞാൻ വന്നത്. സോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത് കാണുന്നവരെ ഗുഡ് ബൈ. എന്തായാലും അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രതിഷേധം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇന്നത്തെ മാച്ച് വിജയിച്ചുകൊണ്ട് തന്നെ ബംഗളൂരു ഗെയിമിൽ കൂടുതൽ ആളുകൾ വരും, അല്ലെങ്കിൽ ഫാൻസ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഗുഡ് ബൈ.